ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീവത്സ എജു ഹബ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആക്ച്വലി ഒരു റിവിഷനാണ്. നമ്മൾ ഇന്ന് ഹിസ്റ്ററിയിലെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്കൊരു റിവിഷൻ പോലെ അതിനകത്തുള്ള മേജർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഇതിലെ റിവിഷൻ ടോപ്പിക്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു 80% എബോവ് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കാൻ പറ്റുന്നതാണ്. സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസും മെയിൻ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോണമസ് ബോഡീസ് ദാറ്റ് ഫോംഡ് വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് നോൺ ആസ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് വന്നിട്ടുള്ള ഓട്ടോണോമസ് ബോഡീസിനെ എന്തെന്നാണ് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? അത് ഭരണഘടന ഉള്ള കാലം തൊട്ടേ ഉള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അല്ലാതെ പാർലമെൻറ്റ് വഴി ഒരു നിയമം പാസ്സാക്കുന്നതിന് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ആർട്ടിക്കിൾ 324 ആണ്. ഹൂ കോർഡിനേറ്റ്സ് ദ വർക്ക് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? ഇലക്ഷൻ കമ്മീഷൻ്റെ വർക്കുകൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് ഇലക്ടോറൽ ഓഫീസേഴ്സാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മുഴുവൻ വർക്കുകളും കോർഡിനേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ്, ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് നോട്ട് റിലേറ്റഡ് ടു ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന ഒരു ശീലം നന്നായിട്ട് വേണം. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എത്രയൊക്കെ പഠിച്ചു വെച്ചാലും ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ മാർക്ക് അവിടെ പോയി. സോ മാക്സിമം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് പറയുന്ന ഇവരെ പറ്റി പറയാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൻ്റെ ഇടയിലുണ്ട്. അത് ഏതെന്നാണ്? ഫസ്റ്റ് വൺ, ടെന്യൂർ ഓഫ് ഓഫീസ് മെമ്പർ 3 years എന്നുള്ളതാണ്. രണ്ടാമത്തത് 31 January 1992 എസ്റ്റാബ്ലിഷ് ചെയ്തു. മൂന്നാമത്തത് ടെന്യൂർ 5 വർഷമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ, 5 members, 1 member സെക്രട്ടറി. നമ്മൾ ഈ 4 പോയിന്റ് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവാം നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ച്വലി 3 വർഷമാണ് ടെന്യൂർ. സോ ഇതിൽ ചേരാത്തത് ഏതാ? ടെന്യൂർ ഓഫ് ഓഫീസ് ഓഫ് ദ മെമ്പേഴ്സ് ഷാൾ ബി 5 years എന്നുള്ള പോയിന്റ് തെറ്റായിട്ടുള്ളതാണ്. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ ഏജ് ലിമിറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആൾക്കാരുടെ ഏജ് ലിമിറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ പറയാം എത്രയാണ് ഏജ്. ഇവിടെ 60 ചോദിക്കുന്നുണ്ട്, 50 ചോദിക്കുന്നുണ്ട്, 70 ഉണ്ട്, 75 ഉണ്ട്. അപ്പോൾ കോമൺലി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അപ് ടു ഏജ് ഓഫ് 70 വരെ ആൾക്കാർക്ക് എന്ത് ചെയ്യാം? മെമ്പേഴ്സിന് ഏജ് ലിമിറ്റ് ഉണ്ട്. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ളതിന്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് നമുക്ക്, അപ്പോൾ ഇതൊക്കെ വൺ വേർഡ് അല്ല, ഇനി അങ്ങോട്ടൊക്കെ ഉള്ളത് ഒരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ 4 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് ബോഡീസ് ആണ് ദാറ്റ് ഫോംഡ് വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയം തൊട്ടേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോംഡ് അണ്ടർ ദ ലോസ് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ പാർലമെൻറ്റ് വഴി നിയമം പാസ്സാക്കുന്നതിനെയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുപാട് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിച്ചിട്ടുള്ളത്. സോ ഈ 2 പോയിന്റ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടത്തില്ല. സോ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൽ നിന്നും ഒരു മാക്സിമം ഒരു 4 പോയിൻ്റെങ്കിലും മുഴുവനായിട്ട് എഴുതാൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് ദ മെയിൻ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പം നേരത്തെ എന്താണ് ഡിഫറൻസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെയും നോൺ കോൺസ്റ്റിറ്റ്യൂഷനിലെയും ഫങ്ഷൻസ് എന്താണ് മെയിനായിട്ട്. അപ്പോൾ മെയിൻ ഫങ്ഷൻസ് ഒക്കെ ഇതാണ്. എന്താണ്? ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇക്വാലിറ്റി, ഫ്രീഡം, സോഷ്യൽ ജസ്റ്റിസ്, സെക്യുലാരിസം അറ്റ് പ്രാക്ടിക്കൽ ലെവൽ ഇൻ ദ കൺട്രി അല്ലേ. നമ്മുടെ രാജ്യത്ത് എന്താണ്? സമത്വം, സ്വാതന്ത്ര്യം, നീതി, സെക്യുലാരിസം, സാഹോദര്യത്വം തുടങ്ങിയതൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് മെയിനായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷണലും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഫെയർലി കൺസിഡറിങ് ദ വിഷസ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ മാർജിനലൈസ്ഡ് ആൻഡ് വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ. അതുപോലെ തന്നെ മാർജിനലൈസ് ആയി കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വൾണറബിൾ, അതായത് സമൂഹത്തിൽ ഏറ്റവും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് ശതമാനമുള്ള ആൾക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ, വിഷസും ഹോപ്പ്, ആസ്പിറേഷൻ, ഹോപ്പ് ഇതൊക്കെ നടപ്പിലാക്കി കൊടുക്കുകയാണ് മെയിനായിട്ടുള്ള ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ അതും ടെക്സ്റ്റ് ബുക്കിനകത്ത് അവരുടെ ഫങ്ഷൻസ് 2 പോയിൻറ്റും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇനി
പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ. ഇത് 5 മാർക്കിന് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ ഫങ്ഷൻസ് ആക്ച്വലി നമുക്ക് ടെക്സ്റ്റിനകത്തുണ്ട്, പക്ഷേ ഇവിടെ ഒരു നോട്ടായിട്ടാണ് ചോദിക്കുന്നത്. അതായത് ഫങ്ഷൻസ് മാത്രമല്ല മുഴുവനായിട്ടുള്ള കാര്യം. അതായത് ഇത് വന്നത് 1915 ആർട്ടിക്കിൾ 324 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രകാരമാണ് വന്നത്. ഇതിനകത്ത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, 2 കമ്മീഷൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ മെമ്പേഴ്സ് ആർ ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ടെന്യൂർ 6 years അല്ലെങ്കിൽ ഏജ് ഓഫ് 65 ആണ്. സോ ഇതിൻ്റെ കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ, ആ നോട്ട് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിലെ മെയിൻ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് ഞാൻ തന്ന നോട്ട് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉത്തരം എഴുതി മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ആൻ ആക്ട് കോഡിഫൈങ് ദ പ്രൊവിഷൻ ഫോർ ഫിക്സിങ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അല്ലേ, ഒരു ഇലക്ഷന് അതാത് മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മൾ പഠിച്ചിട്ടില്ലേ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ആ പോയിൻ്റാണിത്. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പാർലമെൻ്റ് ആയാലും സ്റ്റേറ്റ് ഇലക്ഷൻ ആയാലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇവരാണ് മണ്ഡലം തിരഞ്ഞെടുക്കുന്നത്. ഡീലിമിറ്റിംഗ് ദെയർ ബൗണ്ടറീസ്, അതായത് ഓരോ മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്ന സെയിം പോയിന്റ് തന്നെയാണ്. പ്രിപ്പയറിംഗ് ഇലക്ടോറൽ റോൾ, അല്ലെ, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്ന പരിപാടി ആരാണ് ചെയ്യുന്നത്? നമ്മുടെ നമ്മുടെ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്ടിൻ്റെ പ്രകാരമാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ആക്ട് വഴി നമുക്ക് ഡിവിഷൻ, ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി, ചീഫ് ഇലക്ടോറൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ഡിസ്ട്രിക്ട് റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുക, രജിസ്ട്രേഷൻ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. സോ ആ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ സ്ട്രക്ചർ എഴുതാനായിട്ടാണ് പറയുന്നത്. ഫംഗ്ഷൻ അല്ല, സ്ട്രക്ചറാണ്. അപ്പോൾ 6 മെമ്പേഴ്സാണുള്ളത്. ചെയർപേഴ്സൺ ഉണ്ട്. ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ചീഫ് ജഡ്ജിയോ ജസ്റ്റിസോ ഒക്കെ ആയിരിക്കണം, സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ആൾ. അതുപോലെ തന്നെ ഇതിലെ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ ഏജ് ഓഫ് 70 വരെയാണ് ഇവർക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇരിക്കാനുള്ള ഒരു പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ഹ്യൂമൻ റൈറ്റ്സ്, എന്തിനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ആർ ദ റൈറ്റ്സ് ഓഫ് ടു ലൈഫ്, ലിബർട്ടി, ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഡിഗ്നിറ്റി ആസ് അഷ്യൂർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് റാറ്റിഫൈഡ് ബൈ ഇന്ത്യ. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവകാശമാണ്, അല്ലേ. അപ്പോൾ അവന് ജീവിക്കാനുള്ള അവകാശം, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഈക്വലായിട്ട് അവനെ ട്രീറ്റ് ചെയ്യണം. എല്ലാവരുടെ ഫ്രണ്ടിലും അവനും നമ്മളും എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഡിഗ്നിറ്റി, അല്ലേ, റെസ്പെക്റ്റ് കിട്ടണം, അവരുടെ ഒരു അന്തസ്സ് വേണം. അപ്പോൾ തുടങ്ങിയതൊക്കെ നമ്മളെ ഭരണഘടന നമുക്ക് ഉറപ്പാക്കി തരുന്നുണ്ട്. സോ ഇതെല്ലാം, അതുപോലെ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ്, അതായത് പല വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ നമ്മളെ UNO തുടങ്ങിയ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ തുടങ്ങിയ പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും ഒരു രാജ്യത്തെ ഒരു വ്യക്തിക്ക് ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കണമെന്ന അവകാശം പറയുന്നുണ്ട്. അതിൽ ഇന്ത്യയും എഗ്രി ചെയ്തിട്ട് ഈ പറയുന്ന ഇക്വാലിറ്റിയും ലിബർട്ടിയും ഒക്കെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കീഴിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അടുത്ത നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ ഫങ്ഷൻസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഈ ഒരു പറയുന്ന ഈ ഫങ്ഷൻസൊക്കെ പഠിക്കാനായിട്ട് ആ ഒരു വീഡിയോ പോയിട്ട് ആ ഫങ്ഷൻസ് കേട്ട് പഠിക്കുക. ഞാൻ തന്ന നോട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു നോട്ട് പഠിക്കുകയോ ഏത് പഠിച്ചാലും നിങ്ങൾക്ക് ഒരു 5 മാർക്ക് 6 മാർക്ക് വാങ്ങാൻ പറ്റും. ഇനി അടുത്ത് നാഷണൽ കമ്മീഷൻ ഫോർ വുമണിൻ്റെ ഫങ്ഷൻസ് ആണ്. സോ സെയിം കാര്യം തന്നെ, ആ ഫങ്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. സോ ആ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പോയി പഠിക്കുക. പിന്നെ അടുത്തൊരു ചോദ്യം, ഡൗറി പ്രൊഹിബിഷൻ ആക്റ്റും പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ടിൽ എഴുതാൻ പറയുകയാണ്. അപ്പം ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്സായത് 1961 ആണ്. ഈവിൾ പ്രാക്ടീസ്, അല്ലെ, ഡൗറി എന്ന് പറയുന്ന ഒരു ഈവിൾ പ്രാക്ടീസിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണിത് കൊണ്ടുവരുന്നത്. അതുപോലെ പ്രിവെൻറ്റ് ആട്രോസിറ്റി, ക്രൂരതകൾ, അല്ലെ, ക്രൂരതകൾ നമ്മളെ വുമണിനെതിരെ ആയാലും ഡൗറി തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആട്രോസിറ്റിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, കുറയ്ക്കാനും. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പോയിൻ്റുണ്ട്, ഗിവിങ് ആൻഡ് അക്സെപ്റ്റിംഗ് ഡൗറി, അതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. നമ്മൾ ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ പണിഷബിളാണ്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, 2 ക്വസ്റ്റ്യനാണ് ഇവിടെ ഉള്ളത്. ഡൗറി പ്രൊഹിബിഷൻ ആക്ടിനെ പറ്റിയും പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റിയിട്ടുമാണ് ചോദിക്കുന്നത്. സോ ആ ഒരു ആക്ട് വന്നത് 2005 എന്നിട്ട് ഇന്ത്യയിൽ അത് നടപ്പിലായി തുടങ്ങിയത് 26 ഒക്ടോബർ 2006 തൊട്ടാണ്. അപ്പോൾ ഈ ഒരു ലോയിൽ വുമണിനെ ഇപ്പം ഏതെങ്കിലും ലൈഫ് പാർട്ട്ണർ, അവരുടെ ഹസ്ബൻഡോ ആരെങ്കിലും ഒക്കെ ഇവരെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ബോർഡിങ്ങും പ്രൊട്ടക്ഷനും, ബോർഡിംഗ് എന്ന് വെച്ചാൽ
ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നവരെ താമസിക്കാനായിട്ടുള്ള സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയുടെ ഫംഗ്ഷൻ. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ മൈനോറിറ്റിയിൽ നമുക്കറിയാം ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 5 മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. എന്നിട്ട് പ്രസിഡൻറ്റ് അതിൽ നിന്ന് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. അങ്ങനെ ഇവർക്ക് 3 വർഷമാണ് ഇവരുടെ ഓഫീസ് ടേം. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഫങ്ഷൻസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റി. സോ ഫങ്ഷൻസ് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ നോക്കുക, അതിനകത്ത് സെയിം ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. ചില പോയിൻറ്റുകളൊക്കെ മിക്ക നാഷണൽ റൈറ്റ്സിനകത്തും ഉള്ളതാണ്. നാഷണൽ ഹ്യൂമൻസ് ഓഫ് കമ്മീഷനിലുണ്ട്, മൈനോറിറ്റീസിലുണ്ട്, ഇലക്ഷൻ എല്ലാ ഫങ്ഷൻസും ചിലതൊക്കെ സിമിലർ ആയിരിക്കും. സോ അങ്ങനത്തെ നിങ്ങൾ പഠിച്ചു ചോദിച്ചാൽ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും, പഠിക്കാൻ കുറച്ച് എളുപ്പമാവും. അപ്പോൾ ഈ ഫങ്ഷൻസൊക്കെ നിങ്ങൾ എഴുതുക, ഇല്ലെങ്കിൽ ഞാൻ തന്ന നോട്ടിൽ നിന്നുമുള്ള ഫങ്ഷൻസ് എഴുതുക. ആൻഡ് ലാസ്റ്റ് വൺ എന്താ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ നോട്ടായിട്ട് നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും മേജറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പാഠത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്തായാലും വരുന്ന സൺഡേ ഞാൻ ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം ഞാൻ ലൈവ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പാഠം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോമിസസ് ദാറ്റ് ഗിവൻ ടു ദ പീപ്പിൾ ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഈ നമ്മുടെ ഇന്ത്യ ആൾക്കാർക്ക് വാഗ്ദാനം ചെയ്ത 2 പ്രോമിസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡെമോക്രാറ്റിക് ഗവേണൻസ്, അല്ലേ, ജനാധിപത്യ ഭരണം. രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, ആൾക്കാരുടെ ക്ഷേമം, അതായത് ആൾക്കാർക്ക് പ്രോപ്പർ ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷൻ, ഫുഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ് തരാമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അടുത്ത് what is meant by the word equality in the preamble of our constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ ഉണ്ട്. പ്രിയാമ്പിളിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും ഒരേ അവസരം, എല്ലാവർക്കും സമൂഹത്തിൽ ഒരേ വിലയും നിലയും. വാട്ട് ഡു യു മീൻ ബൈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ദ ഡയറക്ഷൻസ് to given to the state for the social economic development of the nation. അതായത് ഒരു രാജ്യത്തിലേക്ക് കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു രാജ്യത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന കുറച്ച് നിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, റെയിൽവേസ്, ബാങ്കിങ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഇൻക്ലൂഡിങ് വിച്ച് ലിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് പവേഴ്സ്? ഏത് ലിസ്റ്റിലാണ് വരുന്നത് ഈ 4 കാര്യങ്ങൾ എന്നുള്ളതാണ്. യൂണിയൻ ലിസ്റ്റിൻ്റെ പ്രകാരം, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സൈബർ ലോസ് ഇൻക്ലൂഡിങ് ഇൻ വിച്ച് ലിസ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് പവേഴ്സ്? സൈബർ ലോസ് ഏതിനകത്താണ് വരുന്നത്? റെസിജ്വറി പവേഴ്സിനകത്താണ് സൈബർ ലോസ് വരുന്നത്. ഹൗ മെനി ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർ ദെയർ ഇൻ കേരള? കേരളത്തിൽ മൊത്തം എത്രയാണ്? 20 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് കേരളത്തിനകത്തുള്ളത്. ഇൻ വിച്ച് സഭ ഓഫ് പാർലമെൻറ്റ് മണി ബിൽ ഈസ് ഇനിഷ്യലി പ്രസൻറ്റഡ്? മണി ബില്ല് ഏത് സഭയിലൂടെയാണ് പ്രസൻറ്റ് ചെയ്തത്? ലോക്സഭ വഴിയാണ് മണി ബില്ല് പാസ്സാക്കുന്നത്. ആൻഡ് ഇൻ വിച്ച് ഓഫ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് എ ബിൽ ബിക്കമിങ് ലോ ഈസ് നോൺ ആസ് ദ കമ്മിറ്റി സ്റ്റേജ്? അപ്പം ഏത് സ്റ്റേജ് വെച്ചിട്ടുള്ളതാണ് ഒരു ബില്ല്? നമ്മൾ മണി ബില്ല് ലോക്സഭയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്തു, അവിടെ വച്ചു. ഈ ഒരു ബില്ല്, അത് ഇവിടെ മണി ബില്ല് മാത്രമല്ല, ഏതൊരു ബില്ല് വേണമെങ്കിലും ആവാം. ഒരു ബില്ല് ഒരു നിയമമായി മാറുന്നത് എവിടെ വച്ചിട്ടാണ്? ഏത് കമ്മിറ്റി സ്റ്റേജിൽ വെച്ചിട്ടാണ്? സെക്കൻഡ് റീഡിംഗ് നടത്തിയതിന് ശേഷമാണ് ഒരു ബില്ല് എന്തായി മാറുന്നത്? ഒരു നിയമമായിട്ട് മാറുന്നത്. വിത്ത് ഹൂസ് അസെൻറ്റ് എ ബിൽ ബിക്കംസ് എ ലോ? ഒരു ബില്ല് മുഴുവൻ നിയമമാവണമെങ്കിൽ ആരുടെ അസെൻറ്റ്, ആര് സമ്മതിക്കണം? നമ്മുടെ അസെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് സമ്മതിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്? എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്നത് ഏത് അമെൻമെൻറ്റിനകത്താണ്? ദ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഞാനിത് നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ആക്ച്വലി ഞാൻ ഈ ഒരു പാഠത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എടുത്തിട്ടില്ലല്ലേ? ഓക്കെ, അപ്പോൾ സോറി മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ഞാനത് ഉടനെ ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാനായിട്ട് ക്ലാസ് നമ്മൾ യൂട്യൂബ് ഇടയ്ക്ക് നിർത്തിയൊക്കെ വെച്ചതുകൊണ്ടാണ് പറ്റിപ്പോയത്. സോ ഞാൻ അതിൻ്റെ ബാക്കി എടുത്തു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത്
നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചർ എന്താണ്? ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ ഇതൊരു പാർലമെൻ്ററി ഡെമോക്രസിയാണ്. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ. ഞാൻ ഈ ടോപ്പിക്കൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ പറയുന്ന ഓരോന്നും ആ വീഡിയോയിൽ പോയി കണ്ട് പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. കാര്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റുകളെല്ലാം എൻ്റെ ആ ഒരു വീഡിയോ പോയി നോക്കി പഠിക്കുക. സോ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്തത് നമുക്ക് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ നമുക്ക് നോക്കാം അല്ലേ. ഡെമോഗ്രാഫിക് ട്രെൻഡ്സിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ 5 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് പോപ്പുലേഷൻ ഡിവിഡൻറ്റ് നമ്മൾ പഠിച്ചതാണ് പോപ്പുലേഷൻ ഡിവിഡൻറ്റ്. അപ്പം പോപ്പുലേഷൻ ഡിവിഡൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ എന്താണ്? ഒരു രാജ്യത്തെ സോഷ്യോ എക്കോണമിക് പ്രോഗ്രസ് അല്ലേ, ഒരു രാജ്യത്തെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോഗ്രസ്, രാജ്യത്തിൻ്റെ വളർച്ച കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെ, ഉൽപ്പാദനശേഷി കൂടുതലായിരിക്കും. എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തെ പോപ്പുലേഷൻ ഡിവിഡൻറ്റ് കറക്റ്റായിട്ടാണ് ഉണ്ടെങ്കിൽ എന്നുള്ളത്. സോ ഈ ടോപ്പിക്കൊക്കെ ഡൗട്ടുള്ളവർക്ക് എൻ്റെ ആ ഒരു വീഡിയോ പോയി നിങ്ങൾ നോക്കി അതൊക്കെ പഠിച്ചിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ദ കൺട്രി എൻജോയ്സ് ഹൈ ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ. ഇപ്പോൾ പോപ്പുലേഷൻ ഡിവിഡൻറ്റ് ഉള്ളിടത്ത് നമുക്ക് നല്ല ഹ്യൂമൻ റിസോഴ്സുകൾ കിട്ടും. കാര്യം ജോലി ചെയ്യാനുള്ള ആൾക്കാർ കൂടുതലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള സോഴ്സ് അവിടെ കൂടുതലായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് some states in India have very high population, other states have very low. What could be the reason behind this? ചില ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പോപ്പുലേഷൻ കൂടുതലും ചിലത് ഇന്ത്യയിൽ പോപ്പുലേഷൻ കുറവുമാണ്. എന്താണ് അതിൻ്റെ റീസൺ? അപ്പോൾ ചില സ്ഥലങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റി കൂടുതലായിരിക്കും, കൂടുതൽ ജോലി അവസരങ്ങളുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് പ്രോബ്ലംസ്, അതായത് അവിടുത്തെ ഒരു ഏരിയയിലെ പ്രോബ്ലംസും അതുപോലെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷനും കാര്യവും ഇല്ലാത്ത ഏരിയാസ് ആയിരിക്കും. വയലൻസും കാര്യങ്ങളും കൂടുതലായിരിക്കും. പൊല്യൂഷൻ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ കാണും. ഇപ്പം നമ്മളെല്ലാവരും പൊല്യൂഷൻ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് പോവോ കുറഞ്ഞ സ്ഥലത്തേ പോകും. ഇപ്പം നമ്മൾ ഡൽഹിയിൽ പോലും വളരെയധികം പൊല്യൂഷൻ കൂടിയിരുന്നിട്ട് 50% ആൾക്കാരുടെ അടുത്ത് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാനാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ എപ്പിഡമിക്സ് അല്ലെ, അസുഖങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, അതായത് നമ്മുടെ സോയിൽ ഇറോഷൻ. ഇപ്പോൾ വയനാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് പേടിയായിരിക്കും അവിടെയൊക്കെ പോയി താമസിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് അവൈലബിലിറ്റി കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ അധികം പോകത്തില്ല. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നല്ലയിടത്തുള്ളിടത്തല്ലേ നമ്മൾ താമസിക്കുകയുള്ളൂ, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തടത്ത് താമസിക്കില്ലല്ലോ. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയ ഈ ഫെസിലിറ്റീസൊക്കെ ആരാണോ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതലും പോപ്പുലേഷൻ. ഇതൊന്നും ഇല്ലാത്തടത്ത് പോപ്പുലേഷൻ കുറവായിരിക്കും. സോ ഈ ഒരു ആൻസർ എഴുതിയാൽ മാത്രം മതി. ഇനി ഇന്ത്യൻ പോപ്പുലേഷൻ സ്ട്രക്ചറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇന്ത്യക്ക് നമുക്കറിയാം ഇറ്റ്സ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ അല്ലേ. 15 to 59 വയസ്സ് ജീവിക്കുന്ന ഇടയിലുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ വളരെയധികം കൂടുതലാണ് ഇന്ത്യയിൽ. അതൊരു കണക്കിന് നല്ലതാണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ജോലി ചെയ്ത് ഇന്ത്യയുടെ എക്കോണമി വർദ്ധിപ്പിക്കാൻ പറ്റും. പക്ഷേ എബോവ് ദ ഏജ് ഓഫ് 60 ലീസ്റ്റ്, 60ക്ക് എബോവ് കുറവാണ് ആൾക്കാർ. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവും വർക്കിംഗ് ക്ലാസ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ത്യക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയുടെ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് യങ് പോപ്പുലേഷൻ ആൻഡ് ലോ പ്രൊപ്പോർഷൻ ഓഫ് ഓൾഡ് പീപ്പിൾ അല്ലെ. യങ് പീപ്പിൾ കൂടുതലും ഓൾഡ് പീപ്പിൾ കുറവുമാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് അല്ലെ ഈസ് യൂത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ നീഡ്സ് ടു ബി ഗിവൻ മോർ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്ത്യയുടെ വർക്ക് ഫോഴ്സ് നല്ലതായിട്ടിരിക്കണമെങ്കിൽ അത് യൂത്തുകാരാണ് അല്ലെ. നിങ്ങളെപ്പോലെയുള്ള ഇനി വരും തലമുറകളും അതുപോലെ 15 to 59 വയസ്സുള്ള ആൾക്കാരുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്ത് പ്രോപ്പറായിട്ട് കൊടുക്കുക, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ഒരു പോപ്പുലേഷൻ സ്ട്രക്ചറിൻ്റെ വളർച്ച വളരെയധികം കൂടുകയും രാജ്യത്തിന് നല്ലതുമായിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഈ ഒരു ടേബിൾ നോക്കുക. ഈ ടേബിൾ നോക്കിയിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ഓരോ ഓപ്ഷൻസും ഏതിലൊക്കെ കറക്റ്റ് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തത് മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരളയിലത് എത്രയാണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം. അത് നമുക്കറിയാം 72.3. ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരള എത്രയാണ്? 78 സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി, ടേബിളിൽ നോക്കിയിട്ട് ഏറ്റവും മെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി കുറവായ സ്റ്റേറ്റ് ഏതാ? ഛത്തീസ്ഗഡാണ് ഏറ്റവും കുറവ്, 63.7% മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി നോക്കിയാലോ ഏറ്റവും കുറവ് എവിടെയാണ്? 66.2. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കുറവ്. അടുത്ത സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് മെയിൽ ഫീമെയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി, മെയിലും ഫീമെയിലും ഏറ്റവും കൂടുതലുള്ളത് എവിടെ തന്നെയാണ്? നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരള? കേരളത്തിൽ ഇത്രയും മാത്രം ലൈഫ് എക്സ്പെക്റ്റൻസി വരാനുള്ള കാരണം എന്ത്?
നമുക്ക് പറയാം. ഒന്ന്, ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി. അതായത് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ മെയിനായിട്ട് നമ്മുടെ മുക്കിലും മൂലയിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇതിനെയാണ് ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് കേന്ദ്രീകരിച്ച് മാത്രമല്ലാതെ എല്ലാ ലോക്കൽ ഏരിയകളിലും ഹോസ്പിറ്റൽ സംവിധാനം എത്തിക്കുക. അതിനെയൊക്കെയാണ് ഒരു ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി. ഞാൻ ആ പാഠത്തിൽ കറക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് പോയി നോക്കാം. ക്ലീൻലിനെസ്, നല്ല വൃത്തിയുള്ള ഏരിയ ആണ്. ഫുഡ് അവൈലബിലിറ്റി നമുക്ക് കിട്ടും. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ ആൾക്കാർക്കും എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സോ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ നല്ലൊരു ആൾക്കാർക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതൽ. കാര്യം ഹെൽത്ത് എല്ലാം നോക്കുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ട്. സോ ഹൗ ഡസ് ദ ചേഞ്ചസ് ഇൻ ഡിപ്പെൻഡൻസി റേഷ്യോ അഫക്റ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി? അപ്പോൾ ഒരു രാജ്യത്തെ ഡിപ്പെൻഡൻസി റേഷ്യോ ഒരു രാജ്യത്തെ വളർച്ചയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് വെച്ചാൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അതായത് ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, നമ്മളെ വീട്ടിൽ അമ്മൂമ്മ അപ്പൂപ്പന്മാരൊക്കെ കാണും, ഇവർക്കൊക്കെ ജോലിയില്ല. അപ്പോൾ ഇവരെയൊക്കെ ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരായിരിക്കും? നമ്മളായിരിക്കും, വർക്കിംഗ് ക്ലാസ് ആയിരിക്കും. സോ അതിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡിപ്പെൻഡൻസി റേഷ്യോ കൂടുന്തോറും എംപ്ലോയബിൾ പോപ്പുലേഷൻ ഈസ് ഫോഴ്സ് ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി. അല്ലെ, ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് വേണം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ദിസ് റിസൾട്ട്സ് ഇൻ ലെസ് എക്കോണമിക് പ്രോഗ്രസ്. അല്ലേ, കാര്യം നമ്മൾ ചിലവാക്കുന്ന പൈസ മുഴുവൻ ബാക്കി ആവശ്യങ്ങൾക്ക് പോവുകയും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കുറവാവുകയും ചെയ്യുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. ഇനി ഡിപ്പെൻഡൻസി റേഷ്യോ കുറവാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ച വളരെയധികം കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾ ടു ബി മോർ ദാൻ ദ നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ്. അല്ലേ, കൂടുതൽ ജോലിയുള്ള ആൾക്കാരും കുറവ് ജോലിയുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം കുറവായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നുള്ളത്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതിലെ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തു വെച്ചിട്ട് ഞാൻ നോക്കി നിങ്ങൾക്ക് പോയി പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇത് നമ്മുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ലാൻഡ് ഗ്രാൻസിലോട്ട് പോകാം. അപ്പോൾ ലാൻഡ് ഗ്രാൻസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് ഹൂ ഗോട്ട് ദ റൈറ്റ് ടു കളക്ട് ദ ടാക്സസ് ആൻഡ് അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ഇൻ ദ ഡൊണേറ്റഡ് ലാൻഡ്? അപ്പോൾ ആർക്കാണ് അതിൻ്റെ അവകാശം ഉണ്ടായിരുന്നത് ഗുപ്ത പീരീഡിൽ ടാക്സ് കളക്ട് ചെയ്യാനൊക്കെ? ആർക്കായിരുന്നു? ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അല്ലെ, ലാൻഡിൻ്റെ ഓണേഴ്സിനായിരുന്നു കിട്ടിയത്. ഇൻ വിച്ച് ഡൈനാസ്റ്റീസ് പീരീഡ് ലാൻഡ് ഓണർ ഗോട്ട് ദ റൈറ്റ് ടു ഗ്രാൻഡ് ലാൻഡ് ടു സമ്മൺ എൽസ്? ഏത് ഡൈനാസ്റ്റിയുടെ കാലത്തിലാണ് ലാൻഡ് ഓണറിന് മറ്റൊരാൾക്ക് ലാൻഡ് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കാം എന്നുള്ളൊരു അവകാശം കൊടുത്തിരുന്നത്? ആരുടെ കാലത്താണ്? ഓപ്ഷൻ ഡി ആയ ഗുപ്താസിൻ്റെ കാലത്താണ്. വഗതകയല്ല, ഷാഗാസ് അല്ല, സതവാഹനാസ് അല്ല, ഗുപ്താസിൻ്റെ കാലത്താണ് അങ്ങനെ ഒരു നിയമം വന്നത്. പിന്നെ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം വൈഡ് സ്പ്രെഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഗുപ്താസ് ഫോർ മെനി റീസൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഗുപ്തന്മാരുടെ കാലത്ത് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം എല്ലായിടത്തും എത്തി. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, രാജാക്കന്മാരുടെ എക്കോണമിക് ബേർഡൻ, സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബേർഡൻ എന്ന് പറയുമ്പോൾ ഒരു ബാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവരിങ്ങനെ കൂട്ടിയതെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്രാഹ്മിൻസിൻ്റെ സപ്പോർട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ, അല്ലേ, അവരുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി എല്ലാം വരാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈ എല്ലാ റീസൺസും ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇനി ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ് ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ബിക്കെയിം വൈഡ് സ്പ്രെഡ്. വിച്ച് കമ്മ്യൂണിറ്റി? അപ്പോൾ ഈ 4 കമ്മ്യൂണിറ്റിയിൽ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം വന്നതോടെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതും പവർഫുൾ ആയിട്ടുള്ളതും ആരാണ്? നമ്മുടെ ഓപ്ഷൻ ബി, ബ്രാഹ്മിൻസ് തന്നെയാണ്, നമുക്കറിയാമെന്നുള്ളതാണ്. അടുത്ത്, ഇൻ ഇന്ത്യൻ ഫ്യൂഡൽ സിസ്റ്റം വിച്ച് സോഷ്യൽ ഗ്രൂപ്പ് വെയർ മോസ്റ്റ്ലി എക്സ്പ്ലോയിറ്റഡ്? കൂടുതലും ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന വർഗം ഏത് സോഷ്യൽ ഗ്രൂപ്പാണ്? അതും ഇന്ത്യൻ ഫ്യൂഡൽ സൊസൈറ്റി. ഫ്യൂഡൽ എന്ന് വെച്ചാൽ മാടമ്പികൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏത് ഗ്രൂപ്പിനെയാണ് ഏറ്റവും കൂടുതലും ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത്? ഇവിടെ ഉണ്ട് അഗ്രികൾച്ചർ ലേബേഴ്സ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, ലാൻഡ് ലോഡ്സ് ഉണ്ട്, ക്രാഫ്റ്റ്സ്മെൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം അഗ്രികൾച്ചറൽ ലേബേഴ്സാണ്. അപ്പം അവരൊക്കെ അവിടെ സ്വന്തം സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ആ ഒരു ഫ്യൂഡലിൻ്റെ പാടത്ത് പോയി അവിടെ നിന്ന് ജീവിച്ച് ഒരു ലൈഫ് മുഴുവൻ തീർക്കുന്ന കഥകളെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെയാണ്. സതവാഹനാസ് സ്റ്റാർട്ടഡ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിങ് ഗ്രാൻഡ് ലാൻഡ്സ്. അല്ലേ, സതവാഹനാസാണ് ലാൻഡ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഡ്യൂറിങ് ദ പീരീഡ് വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ദ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം ബിക്കെയിം വൈഡ് സ്പ്രെഡ്? ഏത് ഡൈനാസ്റ്റിയിലാണ് ഈ ലാൻഡ് ഗ്രാൻഡ് സിസ്റ്റം വളരെയധികം എല്ലായിടത്തും എത്തിയത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ്. ഗുപ്ത പീരീഡിലാണ് ഇത്രയും ആൾക്കാർക്ക് സ്ഥലങ്ങളെല്ലാം ഗ്രാൻഡ് ചെയ്ത് കൊടുത്തതും
തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. സോ ഈ 3 പോയിൻ്റ് എഴുതിയാൽ മാർക്ക് കിട്ടൂല. ഞാൻ തന്ന നോട്ടിൽ നോക്കിയിട്ട് അതിനെ ഒരു 5-6 പോയിൻ്റിലായിട്ടൊക്കെ എഴുതിയാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി അടുത്തത്, വാട്ട് ആർ ദി ചേഞ്ചസ് ബോട്ട് എബൌട്ട് ദ ലാൻഡ് ഗ്രാൻഡ്സ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്? എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും പോയിൻറ്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി. അതിനകത്ത് അതോറിറ്റി ഓവർ ഡൊണേറ്റഡ് ലാൻഡ് ഡിക്ലൈൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അടുത്ത്, ദ സിസ്റ്റം ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ് ഇൻ ദ ഏൻഷ്യൻറ്റ് ഇന്ത്യ ലീഡ് ടു ദ എമർജൻസ് ഓഫ് ഫ്യൂഡൽ സിസ്റ്റം. അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് പറയേണ്ടത് രാജാവ്, ലാൻഡ് ഗ്രാൻഡ്സ്, ലാൻഡ് ലോഡ്സ്, ഫാമേഴ്സ്, ലേബേഴ്സ്, സ്ലേവ്സ്. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി വെച്ചിരിക്കുക. പിന്നെ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്യൂഡലിസം ദർ വാസ് എ റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ സ്പ്രെഡ് ആവാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സോ അതിൻ്റെ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Okay, and next question, what are the irrigation methods that helped in the expansion of agriculture during the Gupta period? അതിൻ്റെ ആൻസർ കനാൽസ്, ടാങ്ക്, വാട്ടർ റിസർവേഴ്സ്. പിന്നെ നമ്മളെ ഗതിയന്ത്രയൊക്കെ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? അപ്പോൾ അതൊക്കെ എഴുതുക. പിന്നെ പീപ്പിൾ ഓഫ് ഗുപ്ത പീരീഡ് ടേൺഡ് ഇൻ ടു നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലോട്ട് അവർ ഏർപ്പെടുകയും പിന്നെ അവരതിൻ്റെ ഭാഗമായിട്ട് പല ജോലികളിലേക്ക് എത്തുകയും തുടങ്ങിയ കാര്യം. അതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്. പല ടൈപ്പ് ഓഫ് ജോലികൾ ചെയ്തു തുടങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയായി. പിന്നെ ഹൗ ദ ഫോർമേഷൻ ഓഫ് ഗിൽഡ്സ് ആൻഡ് ശ്രേണീസ് ഹെൽപ്ഡ് ഇൻ ദ ട്രേഡ് ഓഫ് ഗുപ്ത പീരീഡ്? അതിൻ്റെ ആൻസർ റോ മെറ്റീരിയൽ കളക്ഷൻ, കൺട്രോൾ പ്രൊഡക്ഷൻ. ഓക്കെ, ഞാനപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് ഓട്ടിച്ച് പോകുന്നേ ഉള്ളൂ. കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പോവാം. ഇപ്പോൾ നമ്മൾ എത്തിയത് 13ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വേർ ദ കോസസ് ദാറ്റ് ഹെൽപ്പ് ദ ഗുപ്താസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്? അതിൻ്റെ ആൻസേഴ്സ് നോക്കുക. പിന്നെ ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റേഴ്സ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. വൈശാലി, പട്ടാലിപുത്ര, കനോജ് തുടങ്ങിയത്. വാട്ട് വെയർ ദ ഡിക്ലൈനിങ് കോസസ് ഓഫ് ഗുപ്താസ് ഫോറിൻ ട്രേഡ് നഷ്ടപ്പെടാനുള്ള കാരണം? റോമൻ എംപയറുമായിട്ടുള്ള തകർച്ച, പിന്നെ ചൈനീസിൽ നിന്നും അവർ സിൽക്ക് മേക്കിംഗ് ഒക്കെ പഠിച്ചു. പിന്നെ വാട്ട് വെയർ ദ ഡിക്ലൈനിങ് കോസസ് ഓഫ് കൊളാപ്സ് ഓഫ് മേജർ ടൗൺസ് ഇൻ ഗുപ്ത കിങ്ഡം? മേജർ ടൗൺ തകരാനുള്ള കാര്യം എന്താണ്? മെയിനായിട്ട് ക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു, ഫോറിൻ ട്രേഡ് നഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇൻ പല്ലവ കിങ്ഡത്തിലെ ഏറ്റവും കൂടുതലും അഗ്രികൾച്ചർ പ്രോഗ്രസ് വരാനുള്ള റീസൺ എന്തായിരുന്നു? പല്ലവ കിങ്ഡത്തിൻ്റെ എൻകറേജ്മെൻറ്റ്, ഫെർട്ടൈൽ ലാൻഡ്, ആക്ടിവിറ്റീസ് ഓഫ് ടെമ്പിൾസ് കൺട്രോൾഡ്, ഇൻക്രീസ് ഇൻ ഇറിഗേഷൻ ഫെർട്ടിലിറ്റി. അതിൻ്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ഓഫ് ടെമ്പിൾസ് കൺട്രോൾഡ് ബൈ ദ ബ്രാഹ്മിൻസ് ആണ് കൂടുതലും കൺട്രോൾ ചെയ്യുന്നത്. അതാണ് എൻ്റെ റീസൺ. വിച്ച് വാസ് ദ ബിസിയസ്റ്റ് പോർട്ട് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പല്ലവാസിൻ്റെ സമയത്ത് ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ട് ഏതായിരുന്നു? മഹാബലിപുരം ആയിരുന്നു. നെയിം ഓഫ് ദ മെർച്ചൻറ്റ് ഗിൽഡ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പാണ്ഡ്യൻസിൻ്റെ സമയത്തുള്ള മെയിനായിട്ടുള്ള മെർച്ചൻറ്റ് ഗിൽഡ്, അതിനെ പറയുന്നതാണ് വാണിക. ഓക്കെ, നെയിം ദ ട്രേഡേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പാണ്ഡ്യൻസിൻ്റെ സമയത്തുള്ള ട്രേഡേഴ്സ് ഏതൊക്കെയായിരുന്നു? നമുക്കറിയാം, നഗരറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ജോഗ്രഫിയുടെ റിവിഷൻ നമുക്ക് നടത്താം. പിന്നെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്ലാൻ ചെയ്യാം. സോ തൽക്കാലം നിങ്ങൾ ഇന്ന് ഇത്രയും പഠിക്കുക. ഓക്കെ, so see you till the next video. Bye bye.